സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരാൾ വന്ന് ഈശോയോട് പറയുകയാണ്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ഈശോ അതിന് മറുപടി കൊടുത്തത്, കുറുനരികൾക്ക് മാളമുണ്ട്, ആകാശപ്പറവുകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഈ പറച്ചിലും ഈ ഉത്തരവും തമ്മിൽ ഒരു വല്ലാത്ത ഒരു വ്യത്യാസം തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുമ്പോൾ വേണ്ടാന്നോ അല്ലെ വേണമെന്നോ ആണ് പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത്? ഒത്തിരി പേര് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും പലപ്പോഴും സാധിക്കുന്നില്ല. അതിൻ്റെ കാരണമൊക്കെ വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു തരികയാണ്. ഈശോ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഈശോയുടെ പുറകെ പോരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഈശോയെ കാണാനേ ഇല്ല. ആകപ്പാടെ കണ്ടത് കുറുനരികളെയും കണ്ടു, ആകാശപ്പറവുകളെയും കണ്ടു. അതായത് ചതി ആണ് ഈ ഒളിച്ചു വച്ചിരിക്കുക. അതാണ് കുറുനരികൾ, ഒളിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങൾ. ചിലതാണെങ്കിൽ സ്പ്രെഡ് ചെയ്യുക, ആകാശപ്പറവുകളെ പോലെ പലതും പരത്തി പ്രശ്നം ഉണ്ടാക്കുന്നു. ഇങ്ങനത്തെ രണ്ട് മിനിസ്ട്രിയാണ് ഇവൻ്റെ ഹൃദയത്തിൽ നടക്കുന്നത്. ഈശോയെ പോലെ സഹിക്കാനോ സ്നേഹിക്കാനോ ഉള്ള ഒരു മിനിസ്ട്രി അവനിലില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നീ ഈശോയെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിന്നിൽ മനുഷ്യപുത്രന് ഉണ്ടാവണം, മനുഷ്യപുത്രൻ്റെ സ്വഭാവം ഉണ്ടാകണം. അപ്പോഴാണ് ഈശോയെ അനുഗമിക്കാൻ എളുപ്പം. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.